നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും മദ്യപൻ തള്ളിയിട്ട ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. യുവതിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. എന്നാൽ ആരോഗ്യനില പൂർണ്ണമായും ഭേദമായിട്ടില്ല എന്നാണ് നിഗമനം. തിരുവനന്തപുരം പേയാട് സ്വദേശിയായ ശ്രീകുട്ടി എന്ന 19 വയസ്സുകാരിയെയാണ് പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിന് യാതൊരുവിധ മുൻപരിചയം ഇല്ലാതിരുന്നിട്ടും ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. യാതൊരുവിധ മുൻപരിചയവും ഇവർ തമ്മിൽ ഇല്ല എന്ന് തന്നെയാണ് പോലീസും റെയിൽവേ വൃത്തങ്ങളും നൽകുന്ന വിവരം. കോട്ടയത്ത് നിന്നുമാണ് സുരേഷ് കുമാർ കേരള എക്സ്പ്രസിൽ കയറിയത്. പരിക്കേറ്റ ശ്രീകുട്ടിയും സുഹൃത്തായ യുവതിയും കയറിയത് ആലുവയിൽ നിന്നാണ്. പെയിന്റ് തൊഴിലാളിയാണ് പ്രതി. ഇയാൾ ട്രെയിനിൽ വെച്ച് മദ്യപിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്നാൽ മദ്യപിച്ച് ബോധമില്ലാതെ തന്നെയാണ് ട്രെയിനിൽ കയറിയത് എന്നും അന്നേരം മുതൽ ഇയാൾ അപമര്യാദയായി പെരുമാറിയിരുന്നു എന്നും ട്രെയിനിലെ യാത്രക്കാരിയായിരുന്ന അർച്ചന വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാത്രി 8:30 വർക്കല സ്റ്റോപ്പിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയും സുഹൃത്തായ യുവതിയും ടോയ്ലറ്റിലേക്ക് പോവുകയായിരുന്നു. ശ്രീകുട്ടിയെ വാതിലിന് സമീപം നിർത്തി യുവതി ടോയ്ലറ്റിൽ കയറി. ഇവർ പുറത്തിറങ്ങിയപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതി ശ്രീകുട്ടിയെ മുതുകിൽ ചവിട്ടി തള്ളിയിടുകയായിരുന്നു. ബഹളം വെച്ച യുവതിക്ക് നേരെ തിരിഞ്ഞ പ്രതി ഇവരെയും കയ്യിൽ കടന്നുപിടിച്ച വലിച്ച് പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചെങ്കിലും യുവതി കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. മറ്റ് യാത്രക്കാർ എത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. യാത്രക്കാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. വാതിലിന് സമീപം ശ്രീകുട്ടി നിന്നത് ഇഷ്ടപ്പെടാത്തതാകാം ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. ഇക്കാര്യത്തിലടക്കം കൂടുതൽ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. പ്രതിയെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. ഇയാൾ മുമ്പും സമാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടത്തും. യാത്രക്കാർ തന്നെ പ്രതിയെ കീഴ്പ്പെടുത്തി കൊച്ചുവേളിയിൽ ട്രെയിനിൽ എത്തിയപ്പോൾ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. സംഭവം അറിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയന്തി പാലത്തിന് സമീപം കുറ്റിക്കാടിൽ യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയം കൊല്ലം ഭാഗത്തേക്ക് പോയ മെമുവിൽ കയറ്റി വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. താനല്ല ഒരു ബംഗാളിയാണ് കുറ്റം ചെയ്തത് എന്നായിരുന്നു പ്രതി സുരേഷ് കുമാർ ആദ്യം പറഞ്ഞത്. എന്തായാലും ബംഗാളിയല്ല, സുരേഷ് തന്നെയാണ് പ്രതിയെന്ന് വ്യക്തമാവുകയാണ്. 19 വയസ്സുകാരിയെ ഒരു മുൻപരിചയവും ഇല്ലാതെയും ഒരു മുൻകോപവും ഇല്ലാതെയും പ്രകോപനവും ഇല്ലാതെയും തള്ളിയിടാൻ കാണിച്ച സുരേഷിന്റെ മനസ്സ് എത്രത്തോളം ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് വ്യക്തമാവുകയാണ്. ഇയാളുടെ സ്വഭാവ രീതി ഒന്നുകൊണ്ട് മാത്രം ഭാര്യയും മക്കളും സ്വന്തം വീട്ടിൽ താമസിക്കുകയാണ്. ഇയാൾ നിന്നും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. മാത്രമല്ല ഇയാൾ കമ്പി കെട്ടുന്ന ജോലിയുള്ള ഒരാളാണ്. കമ്പി കെട്ടലുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിച്ച് ഇറങ്ങുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ട്രെയിനിലും കയറിയത്. അപ്പോഴാണ് ഈ പ്രകോപനം ഉണ്ടായത്. മദ്യപിച്ച് ട്രെയിനിൽ കയറുന്ന ആൾക്കാരെ പിടികൂടാനോ അല്ലെങ്കിൽ മദ്യപിച്ച് ട്രെയിനിൽ കയറരുത് എന്നുള്ള കൃത്യമായ നിയമം ഉണ്ടെങ്കിലും അതൊരു പാഴ്വാക്കായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇയാൾ മദ്യപിച്ച് ട്രെയിനിൽ അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതായിരുന്നു. മാത്രമല്ല പോലീസ് കൃത്യമായി തന്നെ റോന്ത് ചുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നതും പ്രധാന വീഴ്ച തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം രൂക്ഷമായ വിമർശനം തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ നിന്നും ഉയരുന്നത്.